എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ചാമ്പ്യൻസ് ട്രോഫി മത്സരത്തിലെ ചാമ്പ്യന്മാരായ ഇന്ത്യൻ ടീമിന് ദുബായ് രാജകുമാരി ഷൈഖ് മഹാർ ഇന്ത്യൻ ടീമിന് സമ്മാനിച്ച സംഭവം ക്രിക്കറ്റ് ലോകത്ത് ഇപ്പോൾ വൻ ചർച്ചയായി മാറിയിരിക്കുകയാണ്. 40 കോടി രൂപയാണ് ഇന്ത്യൻ ടീമിന്റെ വിജയത്തിനു ശേഷം ദുബായ് രാജകുമാരി സമ്മാനിച്ചത്. ഇത്രയും വലിയ ഒരു സമ്മാനം നൽകുന്നതെന്തിന്? അതുപോലെ ദുബായ് രാജകുമാരൻ ഷൈഖ് ഹംദാൻ നൽകിയ മറ്റൊരു വിലയേറിയ സമ്മാനമെന്ത്? ഇതിനൊക്കെ പിന്നിലെ മുഴുവൻ വിവരങ്ങളും ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. ഇന്ത്യ ചാമ്പ്യൻസ് ട്രോഫി നേടിയത് ലോകത്തെ തന്നെ ആഘോഷത്തിലാക്കിയിരുന്നു. ഫൈനലിൽ ന്യൂസിലാൻഡിനെ തോൽപ്പിച്ച് ഇന്ത്യ കിരീടം സ്വന്തമാക്കിയതിനു പിന്നാലെ ദുബായിൽ നിന്ന് ലഭിച്ച സമ്മാനങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തരംഗമായിരിക്കുകയാണ്. ദുബായ് രാജകുമാരൻ ഷൈഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം ഇന്ത്യൻ ടീമിന് ജീവാഗൻ എന്ന വിലയേറിയ സമ്മാനം നൽകിയത് വലിയ ശ്രദ്ധ നേടിയിരിക്കുകയാണ്. ദുബായ് രാജകുമാരി ഷൈഖ് മഹാർ 40 കോടി രൂപ സമ്മാനമായി പ്രഖ്യാപിച്ചു. ഇത് സംബന്ധിച്ച ഔദ്യോഗിക സ്ഥിരീകരണം വരാനുണ്ടെങ്കിലും ഈ വാർത്ത പുറത്തുവരുന്നതോടെ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയ്ക്കാണ് കാരണമായത്. ഇന്ത്യൻ ടീം ചാമ്പ്യൻസ് ട്രോഫി നേടിയതിന് ICC നൽകുന്ന സമ്മാനത്തുകയേക്കാൾ ഇരട്ടിയാണ് ദുബായ് രാജകുമാരിയുടെ സമ്മാനം. ICC 20 കോടി രൂപ സമ്മാനമായി പ്രഖ്യാപിച്ചപ്പോൾ ദുബായ് രാജകുമാരി 40 കോടി നൽകുമെന്നാണ് റിപ്പോർട്ടുകൾ. ദുബായിലെ രാജകുമാരിയുടെ ഇന്ത്യൻ ടീമിനോടുള്ള ആരാധനയുടെ തെളിവാണ് ഈ സമ്മാനം. സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് ഇത് ഒരു ക്രിക്കറ്റ് ഫാനിന്റെ ആവേശം മാത്രമാണ് എന്നതാണ്. എന്നാൽ മറ്റു ചിലർ ഈ കാര്യത്തിൽ സംശയമാണ് പ്രകടിപ്പിക്കുന്നത്. ദുബായ് ഒരിക്കലും മുൻപ് ഇത്രയും വലിയൊരു സമ്മാനം മറ്റൊരു ടീമിനോ വ്യക്തിക്കോ നൽകിയിട്ടില്ല. 40 കോടി രൂപ ഇന്ത്യൻ ടീമിന്റെ മുഴുവൻ സ്ക്വാഡിനും തുല്യമായി വിഭജിച്ചാകും നൽകുക. ജീവാഗൻ രോഹിത് ശർമ്മക്കും ഇന്ത്യൻ ടീമിനുമായാണ് ദുബായ് രാജകുമാരൻ ഷൈഖ് ഹംദാൻ നൽകിയത്. IPL താരങ്ങൾക്കും മറ്റു ക്യാഷ് അവാർഡുകൾ ലഭിക്കുമെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ. ഇന്ത്യ ഒരേ ഗ്രൗണ്ടിൽ മാത്രം കളിച്ച് വിജയിച്ചു എന്നത് ചില എതിർ ആരാധകർ ഉന്നയിച്ച പ്രധാന ആരോപണമായിരുന്നു. എന്നാൽ ഈ വിജയത്തിന് പിന്നിൽ കളിക്കാരുടെ കഠിനാധ്വാനവും ആരാധകരുടെ പിന്തുണയുമാണ് എന്നത് തികച്ചും വ്യക്തമാണ്. എന്തായാലും വരും മത്സരങ്ങളിലും ഇന്ത്യയുടെ ഇതേ മിന്നും പ്രകടനം തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ദുബായ് രാജകുമാരിയുടെ ഈ സമ്മാനത്തെക്കുറിച്ച് നിങ്ങൾ എന്തു ചിന്തിക്കുന്നു? ഇത് ശരിയാണോ, അതോ ഇതിന് പിന്നിൽ മറ്റു ഗൂഢാലോചനകളുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തൂ. കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.